നഗരമധ്യത്തിൽ അർദ്ധരാത്രിയിൽ പെൺകുട്ടികൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ വെറുമൊരു ഗുണ്ടാ സംഘമല്ല, മറിച്ച് കൊച്ചിയെ വിറപ്പിക്കുന്ന വൻ സെക്സ് റാക്കറ്റാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അശ്ലീല കമന്റ് ചോദ്യം ചെയ്ത പെൺകുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബർ അലിയും മറ്റ് 6 കൂട്ടാളികളുമാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ പോയിരിക്കുന്നത്. പകൽമാനിനായി കലൂരിൽ ഹോസ്റ്റൽ നടത്തിയിരുന്ന ഇയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ ആ കെട്ടിടത്തിൽ നടന്നത് വൻ അനാശാസ്യ ഇടപാടുകളാണെന്ന വിവരമാണ് പോലീസിനെ പോലും നടുക്കുന്നത്. നടക്കുന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കലൂരിലെ ഹോസ്റ്റൽ നടത്തിപ്പുകാരനായ അക്ബർ അലി അടക്കം 7 പേർ ഇപ്പോഴും ഒളിവിൽ. പാലക്കാട് മലപ്പുറം സ്വദേശികളായ ഇവർ അതിക്രമത്തിന് തൊട്ടുപിന്നാലെ കൊച്ചി വിട്ട് സ്വദേശങ്ങളിലേക്ക് പോയി. എന്നാൽ കൊച്ചി നോർത്ത് പോലീസ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഇവർ സംസ്ഥാനം വിട്ടുവെന്ന സംശയത്തിലാണ് പോലീസ്. കലൂർ ലിബർട്ടി ലൈനിൽ ഹൈലാൻഡ് ലോഡ്ജ് നടത്തിപ്പുകാരനാണ് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി. കൊച്ചിയിലെത്തുന്ന യുവാക്കൾക്ക് താമസിക്കാൻ ഹോസ്റ്റൽ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അനാശ്വാസ കേന്ദ്രം കൂടിയായിരുന്നുവെന്നാണ് പോലീസിന് ഇപ്പോൾ കിട്ടുന്ന വിവരം. അക്ബറിന്റെ നാട്ടിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ് ഇതിലെ ജീവനക്കാരെല്ലാം. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചക്കാലപ്പാടം റോഡിൽ ചായ കുടിക്കാനെത്തിയ പെൺകുട്ടികൾക്ക് നേരെയായിരുന്നു അക്ബറിന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തിന്റെ ആക്രമണം. പരാതി അറിയിച്ചപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ സദാചാര ചുവയോടെ മോശമായി സംസാരിച്ചെന്നും ആക്രമണം നേരിട്ട പെൺകുട്ടികൾ പരാതിപ്പെട്ടിരുന്നു. ഇതിൽ തുടർ നടപടി വേണോ എന്നതിൽ പോലീസിൽ പരിശോധന തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.